ഇന്നും കുറച്ച് വിളവെടുക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം ഞാൻ പറയാറുണ്ടല്ലോ 2 ദിവസം കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറിക്കാനുണ്ടാവും. അപ്പം നമ്മൾ ഇത് ചോളത്തിൻ്റെ ഇടയിൽ മുമ്പ് കാണിച്ചിരുന്ന ചീര വേരോടെ പറിച്ചെടുത്തു കേട്ടോ. ഇനി നമുക്ക് അവിടെ നിർത്തണ്ട, ഇനി ചോളം വലുതായിക്കോളും. അപ്പോൾ ചീരയുടെ വിളവെടുപ്പ് കഴിഞ്ഞു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഇതാ ഒരു പാവൽ തനിയെ മുളച്ച് നിൽക്കുന്നുണ്ട്, അതിനൊരു കമ്പൂത്തി കൊടുത്തിട്ടുണ്ട്. എന്തായാലും പടരട്ടെ, നമുക്ക് അങ്ങോട്ട് കയറ്റി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ചീര വിളവെടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിനി കുറച്ച് പാവലും ചുരക്കയൊക്കെ ഉണ്ട്. മുമ്പ് കാണിച്ച ചുരക്കയല്ല കേട്ടോ. കുറച്ച് അവിടെ ഒരു തണ്ട്, ഒരു ചെടി എന്ന് പറയാം, പാൽച്ചീര നമുക്ക് നിൽക്കണ്ടായിരുന്നു കേട്ടോ. ഇനി ചീരയൊക്കെ നമുക്ക് വലുതായി വരണുള്ളൂ. ഇനി അടുത്ത സെക്ഷനായിട്ട് നമ്മൾ നട്ടിട്ടുള്ളൂ കേട്ടോ ചീര. ശരിക്കും നമ്മൾ ആ ഫസ്റ്റ് നട്ട ചീര വളരെ നന്നായിട്ടോ പറിച്ചെടുത്തത്. ആ മഴ വന്നപ്പോഴാണ് നമ്മൾ പറിച്ചെടുത്തത്. ആ മഴ കഴിഞ്ഞപ്പോൾ എല്ലാത്തിനും കൊണ്ട് ഇലപ്പുള്ളി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചുരയ്ക്ക ഒരു നീളം ചുരയ്ക്ക നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പുറം സൈഡിലും ഇതേപോലെ തന്നെ ചുരയ്ക്ക ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരെണ്ണം നമ്മളതും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള കുറച്ച് പച്ചമുളകും അതുപോലെ വെള്ളമുളക് പൊട്ടിക്കാനുണ്ട്. വെള്ളമുളകൊക്കെ നമ്മൾ ചുറുക്കയിലിട്ടിട്ട് ഉപയോഗിക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അതായത് വിനാഗിരിയിലിട്ട് ഉപ്പിലിട്ടിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഈ കൊല്ലം നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കൊല്ലം വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ സ്ഥിരമായിട്ട് അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. കാന്താരികളൊക്കെ നമ്മൾ ഉപ്പിലിട്ട് വെക്കും. ആവശ്യക്കാർക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഏകദേശം എന്നാൽ ചോദിക്കുന്നവർക്ക് മാത്രമായിട്ട് അങ്ങനെ കൊടുക്കാറുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഈ കാന്താരി പൊട്ടിച്ചിട്ടൊക്കെ നമ്മൾ ഉപ്പിലിടുക തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ബാക്കി നമ്മുടെ നാടൻ മുളകൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ. നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി എടുത്തിട്ട് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാറുണ്ട്. പിന്നെ പാലിപാവൽ ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മറ്റേ പാവൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുമ്പ് നമ്മൾ ഓഗസ്റ്റ് മാസത്തിലൊക്കെയാണ് നട്ടത്. ഒരുപാട് വിളവ് തന്ന് ഒരുവിധമൊക്കെ ആയി കേട്ടോ. ഇപ്പോൾ കണ്ടോ ഒക്കെ ചെറുതായി ഇതായി. അപ്പോൾ ഇനിയുള്ളതൊന്ന് പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിർത്തിയതാണ്. കണ്ടോ ഒക്കെ ശരിക്കും ഉണങ്ങി തുടങ്ങിയിട്ടോ, കരിഞ്ഞു തുടങ്ങി. ഇനി മൊത്തം വെട്ടി ക്ലീൻ ചെയ്യണം. അപ്പോൾ ഉള്ളതൊന്ന് പറിച്ചെടുത്തിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഞാനിങ്ങനെ പറിച്ചയുടെ സൈഡിൽ ഇങ്ങനെ കൂട്ടി വെച്ചതാണ്. ഇനി നമുക്ക് കുറച്ച് കോവയ്ക്ക പറിക്കാണ്ട്. 2 ദിവസം മുന്നാണ് നമ്മൾ പറിച്ചതെങ്കിലും കോവയ്ക്ക ആവശ്യം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കൃഷിയിൽ നിന്ന് എടുക്കുന്ന ഒരു വിളവ്, നമ്മൾ അധ്വാനിച്ച് നമുക്ക് വിളവെടുക്കുന്ന അത് നമ്മുടെ എഫേർട്ടിൻ്റെ ഒരു ഫലം. അതൊന്ന് വിളവെടുക്കുന്ന സമയത്ത് ഒരു സന്തോഷം വേറെ തന്നെയാണ് കേട്ടോ. അതുപോലെ വിളവും കാണുമ്പോൾ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃഷി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം.